നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പച്ചമാങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ്. പച്ചമാങ്ങ പാൽക്കറി എന്ന് പറയും. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ഒരു ചേച്ചിയാണ്, ശ്രീദേവി ചേച്ചി. ചേച്ചി ഒരു ഡാൻസ് ടീച്ചറാണ്, എൻ്റെ ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് ഈ റെസിപ്പി. അപ്പോൾ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കി, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പതിവ് പോലെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതെല്ലാം പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മറ്റേ ആളെവിടെ പോയിന്ന്? ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ടു. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, നമുക്ക് കുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ വലിയ 2 മാങ്ങ എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുമാങ്ങയ്ക്കൊക്കെ അരിയത്തില്ല, അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്, കട്ടി കുറച്ച്. പിന്നെ വേണ്ടത്, നമ്മൾ ഈ മാങ്ങ പുരട്ടി വെക്കാനായിട്ട് നമുക്ക് കുറച്ച് പൊടികൾ വേണം. മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി വേണം, പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, പിന്നെ ചതച്ച കുറച്ച് കടുക് വേണം. കുറച്ചെന്ന് വെച്ചാൽ ഇച്ചിരി മതി. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പില വേണം. ഇതിന്റെ അളവ് ഞാൻ ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഈ മാങ്ങ വേവിക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ 1-ാം പാലും വേണം, 2-ാം പാലും വേണം. 2-ാം പാലിന്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ ആ ഒരു അളവിനനുസരിച്ചായിരിക്കും 2-ാം പാൽ എടുക്കേണ്ടത്, കാരണം അതിനകത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. പിന്നെ 1-ാം പാൽ ഒരുപാട് വേണ്ട, കുറച്ച് മതി. പിന്നെ നമ്മൾ ഈ പെരട്ടി വെക്കത്തില്ലേ, പിന്നെ ആണെങ്കിൽ മാങ്ങ, അതാണെങ്കിൽ തലേ ദിവസം രാത്രിയിലെ പെരട്ടി വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതായത് ഇന്നിപ്പോൾ എനിക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇന്നലെ അത് പെരട്ടി വെച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. അതല്ല ഇപ്പം അങ്ങനെ സാഹചര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ പെരട്ടി വെക്കണം. അതായത് മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് പെരട്ടി വെച്ചിരിക്കണം. അതാണ് അതിൻ്റെ ഒരു സാരം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം പൊടികളുമായിട്ട്. നമുക്കിനി മാങ്ങ പൊടികളുമായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഞാനങ്ങ് മിക്സ് ചെയ്യുവാണ്, എന്തായാലും മിക്സ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-6 അല്ലി ചെറുതായിട്ട് അരിഞ്ഞതായിട്ടേക്കുന്നത്. പിന്നെ പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പച്ചമുളക്, ഭയങ്കര എരിയില്ല അതിന് കേട്ടോ, 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയേ ഇട്ടിട്ടുള്ളൂ, ഒരുപാട് ഇടരുത്, കഴിക്കും. ഇനി ഞാനിത് ഉപ്പും കൂടെ ചേർത്ത്, ഉപ്പും കടുക് ചതച്ചതും കൂടെ നമുക്ക് ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നീരാണ് ചേർക്കുന്നത്. ഞാൻ ഇനി കടുക് ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കടുകിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ കടുകാണ് ഞാൻ. 1/4 ടീസ്പൂണിനും കുറവെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് കടുക് വേണ്ട. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ ഇതേപോലെ അടച്ച് നമുക്കിവിടെ വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടി. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറായി നമ്മൾ മാങ്ങയും പൊടികളും എല്ലാം കൂടെ പുരട്ടി വെച്ചിട്ട്. ഞാനപ്പോൾ ഇനിയും നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടുക് പൊട്ടിച്ച്, നമ്മൾ കടുക് വറുക്കത്തില്ലേ സാധാരണ, അതുപോലെ കടുക് വറുത്തിട്ട് നമ്മൾ അതിനകത്ത് മാങ്ങ മിക്സ് ചെയ്യുക ചെയ്യേണ്ടേ. ഇപ്പോൾ ഞാൻ ചട്ടി ചൂടായിട്ടുണ്ട്, അതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ചു. ഇനി കടുക് പൊട്ടിക്കാൻ പോവാം. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്കിനി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്കിനി ഇതൊന്നും വഴറ്റിയെടുക്കാം. ഞാൻ ഉപ്പൊക്കെ പുരട്ടിയിട്ടാണ് പച്ചമാങ്ങ വെച്ചിരുന്നത്. ഇനി നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത ഉപ്പ് കറക്റ്റായിരുന്നു. ഇത് ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കണ്ട, അത്യാവശ്യം ഒന്ന് മാങ്ങ ഒന്ന് വാടുന്ന ഒരു പരുവമാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം.
കണ്ടോ, ഞാൻ രണ്ടാം പാൽ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതായത് ഈ മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം, ഒരുപാട് വേണ്ട. തീ കുറച്ച് വെച്ചിട്ട് വേണേ ചെയ്യാൻ. ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ ഇനിയും ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്തെ ഉപ്പ് ഇച്ചിരി കുറയും. അതുകൊണ്ട് അതനുസരിച്ച് വേണം ആദ്യമേ ഉപ്പ് ചേർക്കാൻ. ഞാൻ ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന മാങ്ങയ്ക്ക് വലിയ പുളിയില്ല, അതുകൊണ്ട് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ചേർക്കാതെ രണ്ടാം പാലിൽ തന്നെ വേണേ മാങ്ങ വേവിച്ചെടുക്കാൻ. നമ്മൾ വെള്ളം അല്ലാതെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കത്തില്ല. പച്ചമാങ്ങ പാൽക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായവും പറയണം. പിന്നെ ഇവൾ ആദ്യം എന്തോ പറഞ്ഞത് എന്നെ പുറത്താക്കിയെന്നല്ലേ? വെറുതെ ആട്ടോ, ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് 2-3 പേര് ചോദിച്ചു, ഒരാൾ തന്നെ കൺക്ലൂഷൻ വരുമ്പോ അതെന്താ അങ്ങനെ, മറ്റേ ആൾക്ക് പറ്റാഞ്ഞിട്ടാണോ അതോ മറ്റേ ആൾ ഇല്ലാഞ്ഞിട്ടാണോ, അങ്ങനെയൊക്കെ ചോദിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞങ്ങൾ 2 പേരും കൂടാണ് വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത്. ഒരാളെ ഇപ്പൊ ക്യാമറയ്ക്ക് ഫ്രണ്ടിലുണ്ടെങ്കിൽ മറ്റേ ആള് ക്യാമറയ്ക്ക് ബാക്കിലുണ്ട്, അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കേട്ടപ്പോ ഞങ്ങൾക്കൊരു അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.